എൻ്റെ ഗൂഗിൾ സെർച്ച് ഏറ്റവും കൂടുതലുണ്ടാകുക ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് നിയർ മീ. ഇതാണ്. പ്രണവിന് അഭിനയത്തോട് നല്ല താല്പര്യമുള്ള ആളാണ്. പ്രണവിന് താല്പര്യമില്ലാത്തത് സ്റ്റാർഡമാണ്. ഒരു ജിപ്സി മോഡാണ്, അതായത് സഞ്ചാരിയാണ്, സഞ്ചാരിയുടെ മനസ്സാണ്. പക്ഷേ അവന് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ആളാണ്. അത് അപ്പൂൻ്റെയും ധ്യാനിൻ്റെയും കോമ്പിനേഷൻ സീൻസൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തത്, എൻജോയ് ചെയ്തിട്ടാണ് സ്കോർ ചെയ്തത്. സ്ക്രീനിൽ കാണുമ്പോഴും നമുക്കൊരു ഒരു 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 രണ്ട് ആർട്ടിസ്റ്റിൻ്റെ ഒരു എന്തോ അത് നമ്മൾ പറയുന്നത് ശരിയല്ല, പക്ഷെ നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു ചരിത്രം ബാക്കിലുണ്ട്. ലാലേട്ടനെ സീനിയായിട്ടുണ്ട്. ആ സമയത്തൊക്കെയുള്ള കുറേ സ്റ്റോറീസ് അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഹൃദയത്തിന് മുമ്പ് വരെ ഒരു മൈതാനം, ഒരു കോളേജ് വരാന്ത, ഒരു സൈക്കിള്, ഒരു ബൈക്ക്. നിവിൻ്റെ ഏറ്റവും രസമുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയത്, നിവിൻ സ്ക്രീനിൽ ചിരിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട അതിൻ്റെ കൂടെ ചിരിക്കും. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ലോങ് ബ്രേക്ക് എടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി, ഇവിടെ ഇത്രയും പേര് വരില്ലേ, നല്ല രസമല്ല, നീ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അതും പോയി. മനം ഏങ്ങുതേ. എനിക്ക് മറുപടി പറയാൻ അറിയായിട്ടല്ല. പറയാം സുരേഷേ, ഇംഗ്ലീഷ് തന്നെ പറയാം. എങ്ങനെ? സ്കൂൾ കാലം മുതലുള്ള വാട്സ്ആപ്പ് ഗൈഡൻസിലൂടെ ലുട്ടുവിനെ പോലെയുള്ള കുട്ടികളെ പൊട്ടുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാപ്തരാക്കുന്നത് ഞങ്ങളാരാണ്? ഇംഗ്ലീഷ് കഫേ. We present you the perfect English. WhatsApp now 9633 888 575. വർഷങ്ങൾക്ക് ശേഷമായി വിനീത് ശ്രീനിവാസനും വിശാഖ് സുബ്രഹ്മണ്യം. വെൽക്കം ടു. താങ്ക് യു സിന. ഇപ്പം വിനീത് ശ്രീനിവാസന്റെ കരിയറിൽ തന്നെ ആദ്യത്തെ മൾട്ടി സ്റ്റാർ ചിത്രമാണല്ലോ. അയ്യോ, ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ആയിരിക്കും. അതെ. അപ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു? ഇത്രയും സ്റ്റാർസിനെ എന്താ മെയിൻറ്റെയിൻ ചെയ്യുക, അതൊരു ഷെഡ്യൂൾ ചെയ്യുക, അവരെ കൊണ്ട് അഭിനയിപ്പിക്കുക. സ്കെഡ്യൂള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഷനുള്ള കാര്യമാണ്. ഇത്രയും പേര് വരുമ്പോൾ ഇവരാരുടെയും ഡേറ്റ് എന്തെങ്കിലും ഒന്ന് അവൈലബിൾ ആവേണ്ടിരുന്ന, ഇവർക്കൊരു പനി വന്നാൽ പോലും നമ്മുടെ അവസ്ഥ കുതാകവയാണ്. അപ്പോൾ അതുപോലെ അറ്റപ്പറ്റായിട്ടാണ് ഡേറ്റ്സ് കിടക്കുന്നത്. പക്ഷേ ഷൂട്ട് തുടങ്ങി നമുക്ക് ഒരു ഭയങ്കര എന്താ പറയുക, ഒരു ബ്ലെസ്സിങ് പോലെ ഇതിൻ്റെ ഷൂട്ട് നടന്ന് നമുക്ക് തടസ്സങ്ങളൊക്കെ ഇങ്ങനെ മാറി എല്ലാ സാധനവും നമ്മൾ വിചാരിച്ച പോലെ തന്നെ. ചില ദിവസമൊക്കെ സെറ്റിലേക്ക് പോകുമ്പോൾ തന്നെ ഞാനിങ്ങനെ ഈശ്വര ഇന്ന് കുറച്ച് ഓവർകാസ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഓവർകാസ്റ്റിൽ ഈ സീൻ ഷൂട്ട് ചെയ്യായിരുന്നു എന്ന് വിചാരിക്കുമ്പോൾ അന്ന് ഓവർകാസ്റ്റ് കിട്ടും. ഇന്നൊരു മഴ പെയ്തിരുന്നെങ്കിൽ വണ്ടിക്കകത്ത് ഷോട്ട് എടുക്കുമ്പോൾ ആ ജനലിലേക്ക് ഇങ്ങനെ ആ ഡ്രിസിൽസ് ഇങ്ങനെ കിട്ടിയ അടിപൊളിയായിരിക്കും ഈ സീനിൽ തോന്നുന്ന ദിവസം മഴ പെയ്യും. അങ്ങനെയൊക്കെ ഭയങ്കര മാജിക് നടന്നിട്ടുള്ള ഒരു ദിവസമാണ്. ആർട്ടിസ്റ്റും നമുക്ക് ആരുടെ ഭാഗത്തുനിന്നും ഒരു ഡിലേ വന്നിട്ടില്ല, ഡേറ്റ് ഇഷ്യൂ വന്നിട്ടില്ല. ഒരു ഭയങ്കര മാജിക് പോലെ അതങ്ങ് സംഭവിച്ചു. ഈ കോടമ്പക്കം സെറ്റ് ഇടാൻ നേരത്ത് ഒരു വിനീത് ശ്രീനിവാസൻ വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്ത രീതിയിലായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു. അപ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളത് ചെന്നൈ അല്ലേ, അത് മദ്രാസ് അല്ലേ? എങ്കിലും 70 കാലഘട്ടങ്ങൾ നമുക്ക് കേട്ടറിഞ്ഞ കുറെ കഥകളാണ്. അപ്പം ആ കഥയിലെ കോടമ്പക്കവും ഇതേപോലെ നമ്മളെല്ലാം പല രീതിയിൽ പല കഥകൾ കേട്ടിട്ടുണ്ട് കോടമ്പക്കത്തെ കുറിച്ച്. അവിടെ പോകുന്ന കുറെ സിനിമാ പ്രേമികളെ കുറിച്ച്, അവര് ഒന്നും ആകാൻ പറ്റാത്ത കുറെ ആളുകളെ കുറിച്ചും പലതുമായ ആളുകളെ കുറിച്ചും അവിടുത്തെ രസകരമായ കുറെ ജീവിതത്തെ കുറിച്ചൊക്കെ. ഇപ്പൊ ഇതൊക്കെ കേട്ടിട്ടുള്ളൊരു വിനീത് ശ്രീനിവാസനാണ് ഈ വേൾഡ് ക്രിയേറ്റ് ചെയ്യുക. അതെങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, എനിക്ക് അതിന് ഭയങ്കര ഹെൽപ്പും ഉണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം എഴുതുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ആർട്ട് ഡയറക്ടർക്ക് ഞാനൊരു ടോപ്പ് ആംഗിൾ വരച്ചു കൊടുത്തു. ടോപ്പ് ആംഗിൾ വരച്ചു കൊടുത്തിട്ട് എനിക്ക് സ്വാമീസ് ലോഡ്ജ് ഇവിടെയാണ് എൻ്റെ മൈൻഡിലുള്ളത്. സ്വാമീസ് ലോഡ്ജിൻ്റെ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കോസ്റ്റ്യൂം കട വേണം, ഇന്ന സ്ഥലത്ത് ഇന്നത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വരയ്ക്കാൻ അറിയാത്തതുകൊണ്ട് ഞാനൊരു ടോപ്പ് ആംഗിൾ മാത്രം വരച്ചു. അത് എളുപ്പമാണല്ലോ. അപ്പോൾ അങ്ങനെ വരച്ചിട്ട് നിമേഷേട്ടനെ അയച്ചു കൊടുത്തു. പിന്നെ സെറ്റ് ഇടുന്ന സമയത്ത് നിമേഷേട്ടൻ പറഞ്ഞു, പിന്നെ ഇത് ഫസ്റ്റ് ഡേ സെറ്റ് മാർക്ക് ചെയ്യുമ്പോൾ പിന്നെ ഇത് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് റെഫറൻസസ് നമ്മളിങ്ങനെ എടുത്തു വെച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ സെറ്റ് മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ ചെന്നു. എന്നിട്ട് നിമേഷേട്ടൻ്റെ പ്ലാൻ ഫുള്ള് എനിക്ക് കാണിച്ചു തന്നു. സ്വാമീസ് ലോഡ്ജ് ഞാൻ ഇങ്ങനെയാണ് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്, ആ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, ഇപ്പുറത്ത് എന്തായിരിക്കും, അപ്പുറത്ത് എന്തായിരിക്കും, ആ കോസ്റ്റ്യൂം കട എവിടെ വരും, ചായക്കട എവിടെ വരും, പിന്നെ ബോർഡ്സിൻ്റെ പേര്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് പുള്ളി തുടങ്ങുന്നത്. പിന്നെ പുള്ളി സെറ്റ് ബിൽഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ സെറ്റിലേക്ക് പോകുന്ന സമയത്ത് നിമേഷേട്ടൻ വേറെന്തിനോ വേണ്ടിയിട്ട് ഒരു ബിൽഡിങ് ഇങ്ങനെ ഓപ്പോസിറ്റിൽ ഒരു സാധനം പുള്ളി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് തോന്നി അത് തിയേറ്റർ ആക്കിയാൽ നല്ലതായിരിക്കും. അപ്പം ഞാൻ നിമിഷത്തിനോട് ചോദിച്ചു, ഒരു ചെറിയ റെഡ് കളറിൽ
ഒരു തിയേറ്റർ നമുക്ക് തിയേറ്ററിന്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. പുള്ളി ചെയ്യാൻ തോന്നുന്നു. പുള്ളിയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം കൊടമ്പാക്കം എന്ന് പറയുമ്പോൾ സിനിമയുടെ ഹബ്ബാണല്ലോ. അപ്പൊ ഇവർ താമസിക്കുന്നതിന്റെ തൊട്ടടുത്തൊരു തിയേറ്റർ എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയർ വൈസ് അത് ഭയങ്കര രസമായിരിക്കും തോന്നി. പിന്നെ മധുരയിലുള്ള ചില സ്ട്രീറ്റ്സിൽ നമ്മൾ കണ്ടിട്ടുള്ള ചില സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഫ്രൂട്ട് മാർക്കറ്റിനും ഫ്ലവർ മാർക്കറ്റിനും ഒക്കെ ഇപ്പൊ മുളയിൽ കെട്ടിയിട്ടുള്ള ഇതില് ഷെയ്ഡ് ഓല വെച്ചിട്ട് ഇങ്ങനെ ഷെയ്ഡ് വെച്ചിട്ടുണ്ടാവും. കാരണം ഭയങ്കര ചൂടാണല്ലോ. പുറത്തേക്ക് ചെറുതായിട്ടൊന്ന് അതിങ്ങനെ അത് പുറത്തേക്കല്ല, ഫുൾ സ്ട്രീറ്റിനുണ്ടാവും. അപ്പോൾ ആ സ്ട്രീറ്റിന്റെ ഒരു പോർഷനിൽ നമ്മൾ അങ്ങനെ ഷെയ്ഡ് ഇട്ട് വെച്ചു. അപ്പോൾ ഈ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വെയിലത്ത് ഇങ്ങനെ അഴുകി പോകാണ്ടിരിക്കാൻ അവര് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ട്രീറ്റിന് തന്നെ നമുക്ക് ലൈറ്റ് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇച്ചിരി ഡിമ്മായി കിടക്കും, ഒരു സ്ഥലത്ത് ബ്രൈറ്റ് ആയിട്ടിരിക്കും എന്നൊക്കെ പറയുന്ന ഒരു ഡിഫറെന്റ് ലൈറ്റ് വീഴുന്നത് തന്നെ നമുക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഓരോ ഏരിയയിലും അങ്ങനെ ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഐഡിയാസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ നമ്മൾ ട്രെയിന് ബിൽഡ് ചെയ്തു. അത് കാരണം ട്രെയിനിൻ്റെ ഒരു കമ്പാർട്ട്മെന്റ് ഫുള്ള് നമ്മൾ ബിൽഡ് ചെയ്തു. അതും ഇന്നത്തെ കാലത്തെ ട്രെയിൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, 70s അപ്പോൾ അതും അവിടെ തന്നെ ചെയ്തു. പിന്നെ മുംബൈയുടെ ഒരു ചെറിയൊരു പോർഷൻ അതും ഞങ്ങളിങ്ങനെ ചെയ്തു. പിന്നെ നമുക്ക് 3 Dotsന്റെ ഒരു ഫ്ലോർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് എല്ലാം അവിടെ സെറ്റ് ചെയ്തു. പിന്നെ ബാക്കിയുള്ളത് കോയമ്പത്തൂരും പൊള്ളാച്ചിയിലും ഇങ്ങനെ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൽ തന്നെ എക്സ്റ്റൻഷൻ ക്രിയേറ്റ് ചെയ്തു. കുറേ വർക്ക് നടന്നിട്ടുണ്ട് ആർട്ട് ഡിപ്പാർട്ട്മെന്റിൽ എസ്പെഷ്യലി. പിന്നെ കോസ്റ്റ്യൂം ഒരു നമുക്ക് ഈ സ്ട്രീറ്റിന്റെ സെറ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രൗഡ് ഇടുന്ന കോസ്റ്റ്യൂം. അപ്പോൾ അതും ഒരു ഭയങ്കര അബണ്ടന്റ് ആയിട്ടുള്ള ഒരു പരിപാടി നടന്നിട്ടുണ്ട്. വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു ആളുടെ കാലഘട്ടം ഇല്ലെങ്കിൽ അയാൾ വളർന്നു വന്നത് ഒരു സിനിമ കേൾക്കുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ്, സിനിമയെ കുറിച്ച് ഡിസ്കഷൻ നടക്കുന്നത്. ഈ പറഞ്ഞ 70s 80s മലയാള സിനിമ ഭയങ്കര സജീവമായിട്ടിരുന്ന ശ്രീനേട്ടന്റെ വായിൽ നിന്നും കുറെ കഥകൾ കേട്ടിട്ടില്ലേ? ഉണ്ട്. ആ സമയത്തൊക്കെയുള്ള കുറേ സ്റ്റോറീസ് അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്വാമീസ് ലോഡ്ജ് ആക്ച്വലി കോടമ്പാക്കത്തല്ല, പക്ഷെ നമ്മൾ ഈ കോടമ്പാക്കവും സ്വാമീസ് ലോഡ്ജും എല്ലാം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തതാണ്. നമുക്ക് കഥ പറയുമ്പോൾ ഇതെല്ലാം അടുത്തുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളതാണ്. അതിപ്പോ നമ്മുടെ ADs ആണെങ്കിലും കുറേ ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ ചില ഐഡിയാസ് ഒക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് ഇപ്പൊ പലതവണയായിട്ട് നമ്മളിങ്ങനെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ പോയ സമയത്തുള്ള കഥകളും രാമു കാര്യായിട്ടൊക്കെയാണ് അന്ന് അച്ഛനെ ഓഡിഷൻ ചെയ്തെടുത്തത്. അപ്പൊ ആ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് രജനീകാന്ത് അച്ഛൻ്റെ 6 മാസം സീനിയർ ആയിരുന്നു. അപ്പോൾ അതുപോലെ ജോസ് ഇല്ലേ, പഴയ ആക്ടർ ജോസ്, അങ്ങനെ പിന്നെ ഈ ജേർണലിസ്റ്റ് മാലിനി മന്നത്ത്, അങ്ങനെ കുറേ പേര് അവരൊക്കെ ഒരുമിച്ച് ഒരു കാലത്ത് അവിടെ പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ അന്ന് MGRന്റെ സെറ്റിൽ ഇവർ പോയതും MGRന്റെ കൂടെ എടുത്ത ഫോട്ടോ ഒക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ അതൊക്കെ അങ്ങനെ കുറേ ബിറ്റ്സ് ആൻഡ് പാർട്സ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയതുണ്ട്. പിന്നെ ഇവരുണ്ടല്ലോ, മുകേഷ് അങ്കിള്, ജഗദീഷ് അങ്കിള്, ഇന്നസെന്റ് അങ്കിള് ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. കോടമ്പാക്കം ബേസ് ചെയ്തിട്ടുള്ള കുറേ, അദ്ദേഹം പ്രൊഡ്യൂസറായ സമയത്തുള്ള കാര്യങ്ങളും അതിനുശേഷം സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയതും കുറേ അത് അദ്ദേഹം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചു വീണു. അപ്പോൾ കുറേ കഥകൾ ഇന്നസെന്റ് അങ്കിളിൻ്റെ അടുത്ത് നിന്നൊക്കെ കേട്ടതുണ്ട്. ഈ 31 വർഷത്തിന് ശേഷമാണ് മെരിലാൻഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ 42 years കഴിഞ്ഞിട്ടാണ് നമ്മൾ റിവൈവ് ചെയ്യുന്നത്. ഹൃദയത്തില്. അപ്പൊ ഞങ്ങള് ബേസിക്കലി സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞിടക്ക് 20 ഒന്നുകൂടെ ഇരുന്ന് കാണാൻ നേരത്ത് അതിൻ്റെ അത് അപ്പം നമ്മൾ ഇപ്പൊ ഈ ഞങ്ങളുടെ ജനറേഷൻ എത്രത്തോളം വലുതാണ് ഈ പ്രൊഡക്ഷൻ എന്തായിരുന്നു അന്നുള്ള ഒരു സംഗതി ഒന്നുമില്ലല്ലോ. അപ്പം ഒരു റെസ്പോൺസിബിലിറ്റി എന്നും കൂടെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഇതിന്റെ ഞാൻ അങ്ങനത്തെ ആസ്പെക്ട് ചിന്തിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് ഫസ്റ്റ് റിവൈവ് ചെയ്യുന്ന പടം മനസ്സുകൊണ്ട് അത് ഭയങ്കരമായിട്ട് നന്നായിട്ട് ഓടണം, നല്ല സ്റ്റോറി ആയിരിക്കണം. അത് കറക്റ്റ് ആയിട്ട് കഴിഞ്ഞ പടത്തിൽ നമുക്ക് സാധിക്കാൻ പറ്റി. അപ്പൊ ഹൃദയം കഴിഞ്ഞപ്പോൾ നമ്മള് ഇതേപോലെ ഹൃദയത്തിനെക്കാട്ടും ഒരു ബെറ്റർ ഫിലിം, അല്ലെങ്കിൽ ഹൃദയത്തിനെ കുറച്ചും കൂടെ മെയ്ഡ് ഒരു ഫിലിം നമ്മൾ ഡ്രീം ചെയ്തു. അത് യൂണിവേഴ്സ് കോൺസ്പയർ ചെയ്ത് വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സബ്ജക്ട് വന്നു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ല നമ്മുടെ ബാനറിന് വേണ്ടി ഒരു സബ്ജക്ട് ചെയ്തതല്ല, ആ സബ്ജക്ട് ചെയ്തു വന്നപ്പം എനിക്കത് ചെയ്യാൻ പറ്റി. അതൊരു ബ്ലെസ്സിങ്സ് ആയിട്ട് ഞാൻ തോന്നിയ മൊത്തത്തില്. ഇപ്പൊ സിനിമ കാണുമ്പം ഞാൻ വിനീത് പറയും, നമ്മൾ ഈ പടം ചെയ്തല്ല, ഇത്രയും ആർട്ടിസ്റ്റും
അത് മിക്സിലിരിക്കുമ്പോൾ വിശാഖ് 2-3 തവണ എന്നോട് പറഞ്ഞു ഇങ്ങനെ കണ്ടോണ്ടിരിക്കും, നമ്മളീ പടം ചെയ്തല്ലേ നമ്മളീ പടം ചെയ്തല്ലേ. കാരണം നമ്മള് ഇപ്പൊ ഞാൻ എന്റെ തന്നെ തിയേറ്ററില് ഞാൻ ഈ മൾട്ടി സ്റ്റാർ പടം തന്നെ പണ്ട് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് പോയിട്ടുണ്ട്. ഈ 2020 ആൾക്കാർ ബഹളം ഉണ്ടാക്കണം, ഇതേപോലെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എല്ലാം ആ ഫാക്ടർ. അപ്പൊ ഇതേ ഇതില് നമ്മള് മിക്സിംഗ് സ്റ്റുഡിയോ കണ്ടപ്പം ഇത് നമ്മൾ ചെയ്ത പടമാണല്ലേ. അല്ല, അതിൽ സിനിമ ഏറ്റവും സന്തോഷമുള്ള കാര്യം നമ്മൾ ഒരുമിച്ച് തുടങ്ങിയ ആൾക്കാരാണ് ഇതിൽ വന്നിട്ടുള്ള ഓൺസംബിൾ കാസ്റ്റ്. കുറേ പേര് അത് പല പല കാസ്റ്റിംഗ് മാറിയിട്ടാണ് ഇവരിലേക്ക് വന്നത്. ഒരു ലാസ്റ്റ് ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു ലാസ്റ്റ് 2 monthsനുള്ളിലാണ് ഇത്രയും പേര് വന്നത്. അപ്പോൾ അതൊക്കെ ഇതൊന്നും നമ്മൾ ഒരിക്കലും ഡ്രീം ചെയ്യാത്ത കാര്യമല്ല. നമ്മൾ ആദ്യത്തെ സിനിമയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മലയാള സിനിമേനെ ഇങ്ങനെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കുന്ന ഒരു ഫ്രട്ടേണിറ്റി ഇങ്ങനെ എക്സ്പാൻഡ് ആവുന്ന അതൊക്കെ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒരു റീയൂണിയനും കൂടെ ആയിരുന്നു ആക്ച്വലി ഈ പടം. അപ്പൊ മൊത്തത്തിൽ പടം കണ്ടപ്പോഴാണ് ഞാൻ ഇനി ചോദിച്ചത്, ഓക്കെ ഇത്രയും ഒരു സബ്ജക്ട് നമ്മൾ ചെയ്ത് ഇനി ഇതേപോലെ എല്ലാവരും ഫ്രണ്ട്സിന്റെ കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. അത് കാസ്റ്റ് ലിസ്റ്റ് ഇട്ടപ്പോൾ ഞങ്ങൾക്കും ബേസിക്കലി ആ റൈറ്റിങ്സ് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ബേസിക്കലി ഞങ്ങൾക്കും ആ ഒരു ഫീൽ ആയിരുന്നു. ഇത് നമ്മൾ പിന്നീട് ആ ട്രെയിലറിൽ കാണുന്ന ബിറ്റും കൂടെ കണ്ടപ്പോൾ നമ്മുടെ ഓഡിയൻസ് എല്ലാം കരുതിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഇത് ലാലേട്ടൻ്റെയും ശ്രീനിയേട്ടൻ്റെയും ജീവിതത്തിൽ നടന്ന ഒരു കഥയാണ് എന്ന് വെച്ചിട്ടാണ്. അപ്പം അത് എങ്ങനെയായിരുന്നു നിങ്ങൾ നോക്കി കണ്ടത്? അങ്ങനത്തെ ഒരു അങ്ങനെയല്ല. ഇതില് ആ കാലഘട്ടത്തിലുള്ള കുറേ ആൾക്കാരുടെ നമ്മൾ കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ സിനിമയിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മെയിനായിട്ട് ഈ 2 ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഇവരെ 2 പേരെ പിടിച്ചിട്ട് തന്നെയാണ് ഇത് ആരെയും ബേസ് ചെയ്തിട്ടല്ല ഈ ക്യാരക്ടർ അങ്ങനെ എഴുതിയിട്ടുള്ളത്. പക്ഷെ ഈ ക്യാരക്ടർ കടന്ന് പോകുന്ന വേൾഡിൽ നമ്മൾ കേട്ടിട്ടുള്ള കഥകളെല്ലാം ഇങ്ങനെ വന്നു പോയിട്ടുണ്ട്. പല പല കുഞ്ഞു കുഞ്ഞു ഇൻസിഡൻസ് ഒക്കെ വന്നു പോയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ ഇവരെ 2 പേരെയും അങ്ങനെ ബേസ് ചെയ്തിട്ടല്ല. ഈ റെഫറൻസിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഉള്ള ഇപ്പോൾ കുറെ സ്റ്റാർസിനെ മീറ്റ് ചെയ്തിരുന്നു ഇതേപോലെ അവരുടെ പഴയ കഥ. ഇപ്പൊ നേരത്തെ പറഞ്ഞു അല്ലാതെ സ്റ്റോറി ഐഡിയയുമായിട്ട് എനിക്ക് തോന്നുന്നു കോളേജ് ടൈംസിൽ മുമ്പ് ഉള്ളൊരു കഥയാണല്ലോ. അപ്പൊ അതും കൊണ്ട് ഇങ്ങനെ മനസ്സിട്ട് ഇങ്ങനെ പലപ്പോഴും നടന്നിട്ടുണ്ടോ? അതിങ്ങനെ എനിക്ക് ധൈര്യമില്ലായിരുന്നു ഇത് ചെയ്യാൻ. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത്രയും ഞാൻ ചെറിയ ബഡ്ജറ്റിൽ സിനിമ ചെയ്ത് തുടങ്ങിയ ആളാണ് സിനിമ. അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര എക്സ്പാൻസീവായിട്ട് ചിന്തിക്കാനുള്ള ധൈര്യമില്ല. അപ്പോൾ തിര പോലും നമ്മൾ പല പല സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു കൺട്രോൾ ബഡ്ജറ്റിൽ തീർന്ന സിനിമയാണ്. ജേക്കബും അങ്ങനെ തന്നെയാണ്. ഹൃദയമാണ് ഞാൻ ആദ്യമായിട്ട് കുറച്ച് എക്സ്പാൻസീവായിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമ. വിശാഖിന്റെ അടുത്ത് എത്തിയപ്പോഴാണ് എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഹൃദയത്തിന് മുമ്പ് വരെ എല്ലാവരും ഒരു മൈതാനം, ഒരു കോളേജ് വരാന്ത, ഒരു സൈക്കിള്, ഒരു ബൈക്ക്. ഇവിടെ വന്നപ്പോ ട്രെയിന്. അപ്പോൾ ഹൃദയമാണ് ആദ്യമായിട്ട് അങ്ങനെ ചെയ്തത്. അപ്പോൾ അത് ഹൃദയം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇത് ചെയ്യാനുള്ള ധൈര്യം വന്നത്. ഒന്ന് കുറേ ക്യാരക്ടേഴ്സ് ഉള്ള സിനിമയായിരുന്നു ഹൃദയം. കുറേ ഇപ്പം മെയിൻ ക്യാരക്ടറിനെ നമ്മൾ പിടിച്ചു പോകുമ്പോഴും ഇടയ്ക്ക് വേറൊരു ക്യാരക്ടറിന്റെ സ്റ്റോറിയിലേക്ക് പോയി പിന്നെയും തിരിച്ചു വന്ന് മുന്നോട്ട് പോയി എന്നാൽ ഓഡിയൻസ് അത് കാണുകയും വേണം, ആൾക്കാർ ഡിസ്ട്രാക്റ്റഡ് ആവാൻ പാടില്ല. അപ്പം അങ്ങനെ ഒരു സിനിമ എഴുതി കഴിഞ്ഞപ്പോൾ ഓക്കെ ഇനി ഈ വേൾഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. കാരണം ഇതിലും അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവർ കടന്നു പോകുന്ന വഴിയിലൊക്കെ നമ്മൾ കാണുന്ന 1-2 സീനിലൊക്കെ കാണുന്ന ആൾക്കാരുണ്ട്. അത് അവരിങ്ങനെ നമുക്കിങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. അപ്പം അത് ബേസിക്കലി ഇതിൽ കൈവയ്ക്കാൻ ധൈര്യം വന്നത് ഹൃദയത്തിന് ശേഷം. ഈ ധ്യാനോട് ബേസിക്കലി ധ്യാൻ ഇതേപോലെ മുമ്പ് ഒരു ഉപദേശം കൊടുത്തിരുന്നു, നീ ഇത്രയൊക്കെ ഇന്റർവ്യൂവും കാര്യങ്ങളും ഓഡിയൻസ് ഒക്കെ നിനക്ക് ഉണ്ടെങ്കിൽ തന്നെയും നിന്റെ ഇന്റർവ്യൂസ് ആളുകൾ കാണുന്നു, മില്യൻസ് വ്യൂസ് വരുന്നു, ഒരു നല്ലൊരു പടം നീ ചെയ്യുവാണെങ്കിൽ നീ രക്ഷപ്പെടുമെന്ന് ഇങ്ങനെ പറഞ്ഞില്ല. ഞാൻ അങ്ങനെയല്ല, നീ ഒരു സൂപ്പർ ഹിറ്റ് പടം ഇപ്പൊ ചെയ്ത നീ ഒരു ഭയങ്കര സ്റ്റാർ ആവും എന്ന് പറഞ്ഞു. കാരണം അത്രയും ആൾക്കാർക്ക് ഇഷ്ടമുണ്ട്. ഒരു നല്ലൊരു പടം ചെയ്താൽ നിനക്ക് ഭയങ്കര ഒരു സ്റ്റാർഡം ഉണ്ടാവുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബേസിക്കലി ധ്യാൻ ഇതിൻ്റെ അകത്ത് പാട്ടാവുന്നു, ധ്യാന് പറ്റൊരു ക്യാരക്ടർ തന്നെ കൊടുക്കുന്നു, ഇല്ലെങ്കിൽ ധ്യാൻ തന്നെ അഭിനയിക്കേണ്ട ഒരു ചിത്രമായിട്ട് മാറുന്നൊരു സാഹചര്യത്തിലാണ് ധ്യാൻ കൂട്ടുന്നത്. അപ്പം ധ്യാൻ അതിന് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ. ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു, കാര്യങ്ങൾ സെറ്റിൽ വരുന്നു, അഭിനയിക്കുന്നു. അതിനെയൊക്കെ എങ്ങനെയായിരുന്നു വിനീത് ശ്രീനിവാസൻ എന്നൊരു ഡയറക്ടർ നോക്കി കണ്ടത്? അല്ല, ധ്യാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ള സിനിമ ഇതായിരിക്കും. അപ്പം അത് ഒരു നന്നായിട്ട് മെലിയണമായിരുന്നു നമുക്ക് മെയിനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ചെന്നൈ സ്കെഡ്യൂളിന് വരുന്ന സമയത്ത്
ഒരു 10-25 വയസ്സുള്ള ഒരാളുടെ ഒരു ഫിസിക്ക് ഒരു അത്യാവശ്യം ഹെൽത്തി ആയിട്ട് തോന്നുന്നൊരു ഫിസിക്കിൽ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ എത്തി. പിന്നെ ഒരു 21 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് നാട്ടിലുള്ള സ്കെഡ്യൂൾ ഉണ്ടായിരുന്നത്. അതിലാണ് ഈ ചെറിയ പ്രായം ചെയ്യേണ്ടത്. അപ്പോൾ വന്നതിന് ശേഷം പിന്നെ ഡയറ്റ് പിടിച്ച് ആ സീൻ തുടങ്ങുന്നതിന് ഒരു 4 ദിവസം മുമ്പോട്ട് ലിക്വിഡ് ഡയറ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ ശരിക്കും കുറച്ച് കൊണ്ടുവന്ന് 10ാം ക്ലാസ്സിലെ പോർഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ വീണ്ടും ഫുഡ് പഴയ പോലെ ആയി. ഒന്ന് ഹാപ്പി. അതെ. വിനീത് ശ്രീനിവാസൻ ചിത്രം ചെയ്യാൻ നേരത്ത് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ എത്രത്തോളം ഫ്രീ ആകുന്നുണ്ട്? ഭയങ്കര ഫ്രീ ആണ്. ഞാൻ നേരത്തെ ഇതെല്ലായിടത്തും പറഞ്ഞത്, വിനീതിന്റെ ഒരു പടം ചെയ്യുമ്പോൾ ഒരു ട്രസ്റ്റ് ആണ് എനിക്കുള്ളത്. കാരണം ഇപ്പം മോദ ഇപ്പൊ സ്റ്റോറി എല്ലാം കൺവിൻസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് കുറെ, ഞാൻ വെളിയിൽ വർക്ക് ചെയ്തുകൊണ്ട് അറിയത്തില്ല. അതായത് നമ്മളൊരു സ്റ്റോറി പറഞ്ഞാലും ഷൂട്ട് ചെയ്യണ സമയത്ത് ഇതൊക്കെ മാറി വലിയ ക്യാൻവാസ് പോകും, ഷൂട്ടിങ് എക്സ്പെൻസ് എല്ലാം പോകും. പക്ഷെ വിനീതിന്റെ ഒരു എന്ന് വെച്ചാൽ നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് തന്നെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയും. അപ്പം എനിക്കിപ്പം കുറച്ച് എവിടെയെങ്കിലും ഒരു എക്സ്പെൻസ് കൂടിയോ കാര്യം വെച്ചാൽ എനിക്ക് ഫ്രീ ആയിട്ടൊരു പേടിയില്ലാതെ സംസാരിക്കാൻ പറ്റും വിനീത് എങ്ങനെയാണെന്ന്. അപ്പൊ അതിലൊരു ഫോമിലെയും വിനീതിനെ കാണാൻ പറ്റും. അപ്പൊ ചില കാര്യം പറഞ്ഞാൽ എനിക്കിത് ആവശ്യമുണ്ടെന്നുള്ള സമയം ഞാനും ആക്സെപ്റ്റ് ചെയ്യും. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു റാപ്പ് ഉണ്ട്, ഒന്നും വേണ്ട എന്ന് പറയത്തില്ല. ഇപ്പം വിനീതിന്റെ ബേസിക്കലി എന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഷൂട്ടിന്റെ മുമ്പ് ഒരു സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്താൽ അതിന്റെ മേളൊന്നും പോകത്തില്ല. പിന്നെ നമ്പർ ഓഫ് ഡേയ്സ് ഒരെണ്ണം ലോക്ക് ചെയ്താൽ അത് കൂടത്തില്ല, വേണമെങ്കിൽ നല്ല രീതിയിൽ കുറയത്തേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ രീതിയിൽ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ പിന്നെ എനിക്ക് ഇങ്ങനെയും സിനിമകൾ ഡ്രീം ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം നാളെ ഒരു പടം എന്തെങ്കിലും മോശമാവുകയോ അല്ലെങ്കിൽ അത്രയും ഇല്ലെങ്കിൽ വിനീത് കൂടെ ഉണ്ടെന്ന് ഒരു ധൈര്യം ഉണ്ടല്ലോ, ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് നമ്മൾ ഇതൊക്കെ ഇറങ്ങണത്. ഇപ്പം എങ്കിലും ഹൃദയത്തിൻ്റെ അകത്ത് നോക്കാൻ നേരത്തെ ഇപ്പൊ പ്രണവ് മോഹൻലാലുണ്ട്, ദർശന, അങ്ങനെ ഒരു കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെയും കുറെ പോർഷനിൽ മേജർ പോർഷനിലൊക്കെ ന്യൂകമേഴ്സ് ആണല്ലോ. അപ്പോൾ ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം നോക്കാൻ നേരത്ത് അത് ഇച്ചിരി കൂടെ ഓണായിട്ടുള്ള ഫേസസ് യൂസ് ചെയ്തുകൂടെ എന്നൊക്കെ ചിന്ത വരുമല്ലോ. അല്ല, സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചാണ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഹൃദയം കേട്ടപ്പോ തന്നെ പ്രണവ് ആണെന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് എന്റെ പ്രണവ് ഉണ്ട്, വിനീതിന്റെ പ്രണവിന്റെ പടം, പിന്നെ കല്യാണി വന്ന്, ദർശനം വന്ന്, അജു ഉണ്ട്. അപ്പൊ ബാക്കി പിന്നെ എനിക്ക് അതിൽ ഇതില്ല. ബാക്കി വിനീതിനെ അറിയാം. ഇന്ന ആള് വെറുതെ വിനീത് ചൂസ് ചെയ്യില്ല. ഇപ്പൊ റെക്കമെൻഡേഷൻ ആണെങ്കിലും ഒന്നും വിനീത് കേൾക്കത്തില്ല. വിനീതിന് കറക്റ്റ് ആയിട്ട് ആ റോളിൽ ആരാണ് സൂട്ടബിൾ അങ്ങനെ പ്ലേസ്മെന്റ് ചെയ്യത്തുള്ളൂ. എനിക്ക് തന്നെ കുറെ മെസ്സേജസ് വരാറുണ്ട്, ഒന്ന് വിനീതോട് പറ. പക്ഷെ ഞാൻ പറയത്തില്ല, കാരണം അത് നമ്മുടെ സിനിമ ചിലപ്പോൾ അഫക്ട് ചെയ്യും. വിനീത് പോലും ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് വെറുതെ കാസ്റ്റ് ചെയ്യത്തില്ല. ഒരാളെ അവിടെ കാസ്റ്റ് ചെയ്യണമെങ്കിൽ അത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് റോളോ അല്ലെങ്കിൽ പുള്ളി അതിൽ ആപ്റ്റ് ആണെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. ഈ നമുക്കറിയാം പ്രണവ് മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് ഇപ്പൊ സ്റ്റാർ കിഡ് ആണ്, കാര്യങ്ങൾ പുള്ളിക്ക് അഭിനയത്തോട് താല്പര്യം ഇല്ല എന്ന രീതിയിലൊക്കെ ആയി. അപ്പം അതിൽ നിന്ന് നമ്മൾ അതിനൊരു മാറ്റം ഇങ്ങനെ കണ്ടു വരുന്നുണ്ട്. ഇപ്പം പ്രണവിന്റെ ഇപ്പൊ ഹൃദയത്തിലെത്തിയപ്പോൾ പ്രണവിന് നല്ല ഗംഭീരമായിട്ട് അഭിനയിക്കാൻ ശേഷിയുള്ള ഒരാളെന്ന അർത്ഥത്തിലേക്ക് ലേബലിലേക്കും കൂടെ വന്നിരുന്നു. അപ്പം വർഷങ്ങൾക്ക് ശേഷത്ത് എത്താൻ നേരത്തെ ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഇതിനൊക്കെ എങ്ങനെയാണ് പുള്ളിയുടെ ഒരു യാത്ര എങ്ങനെയാണ് നോക്കിക്കണ്ടത്? സിനൻ, പ്രണവിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ളൊരു ധാരണയാണ് അത്. പ്രണവിന് അഭിനയത്തോട് നല്ല താല്പര്യമുള്ള ആളാണ്. പ്രണവിന് താല്പര്യമില്ലാത്തത് സ്റ്റാർഡമാണ്. അതായത് എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുക, ഈ എന്താ പറയുക, ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥയിൽ ജീവിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. കുറേ ആൾക്കാർക്ക് അത് ഇഷ്ടമാണല്ലോ. അവന് ആ സാധനത്തിനോട് താല്പര്യമില്ല. അവന് ഒരു ഭയങ്കര ഒരു ജിപ്സി മോഡാണ്. അതായത് സഞ്ചാരിയുടെ മനസ്സാണ്. പക്ഷെ അവന് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ആളാണ്. അവൻ റോക്ക് ക്ലൈംബിങ് ചെയ്യുന്ന അതേ പാഷനോട് കൂടിയിട്ടാണ് അഭിനയിക്കുന്നത്, അതേ പാഷനോട് കൂടിയിട്ടാണ് പുള്ളി മ്യൂസിക് ചെയ്യുന്നത്, അപ്പോൾ അതേ പാഷനോട് കൂടിയിട്ടാണ് പോയട്രി എഴുതുന്നത്. അപ്പോൾ ഇതെല്ലാം അവന് ഇഷ്ടമാണ്. എനിക്ക് അവന് മനസ്സിലായെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ആ രീതിയിൽ ഭയങ്കര ഒരു സിങ്ക് ഫീൽ ചെയ്യും. ഒരു ഹാഫ് ഹാർട്ടഡ് ആയിട്ട് ചെയ്യൂല. അതാണ് മെയിനായിട്ട്. പൂർണ്ണമായും അതിലേക്ക് തന്നെ ഒരു പെർട്ടിക്കുലർ സീൻ എനിക്ക് ടെൻഷനുള്ളൊരു സീൻ ഉണ്ടായിരുന്നു. ഇതെങ്ങനെയായിരിക്കും പെർഫോം ചെയ്യാന്ന്. അത് ഇത് നമ്മൾ അപ്പുവിൻ്റെ കൂടെ ഒരു പുതിയൊരു ആർട്ടിസ്റ്റും ഉണ്ട്. അപ്പോൾ പുതിയൊരു ആർട്ടിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സീനിന് തൊട്ട് മുമ്പ് ഹായ്
ഹായ് ഇങ്ങനെയാണ് സംസാരം നടക്കുന്നത്. അപ്പം ഞാൻ വിശാഖ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ വിശാഖ ഇത് അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, അപ്പോൾ ഒന്ന് റിഹേഴ്സൽ ചെയ്തോ, ടേക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ ടേക്ക് പോയി, കാരണം ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇതെങ്ങനെ ആവും എന്നുള്ള രീതിയിൽ ശരി ടേക്ക് പോകാൻ അവൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവർ പെർഫോം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അപ്പു മാത്രമല്ല, അപ്പുവിൻ്റെ സൈഡിൽ നിൽക്കുന്ന ആളും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് നടത്തിയിട്ട് ഒറ്റ ഷോട്ടിൽ അത് പെർഫോം ചെയ്തു. ഒരുപാട് ഡയലോഗ്സും ഉണ്ട്, ബോഡി ലാംഗ്വേജ് ഷിഫ്റ്റ് ഉണ്ട്, മൂവ്മെൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ എന്താ കയ്യിലുള്ള സാധനങ്ങൾ എറിയുന്നുണ്ട്. ഇത് മൊത്തം അവർ രണ്ടുപേരും, ആ പുള്ളിയും പുള്ളിക്കാരനും ചെയ്തു, അപ്പുവും ചെയ്തു. എന്നാൽ ഇവർ രണ്ടുപേരും അങ്ങനെയുള്ള ചില സംഭവങ്ങളുണ്ടല്ലോ, ഇതെങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാണ്ട് ഇവരെങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് രണ്ടുപേരുടെ കേസിലും, അപ്പുവിൻ്റെ കേസിൽ മാത്രമല്ല മറ്റേ ആക്ടറിൻ്റെ കേസിലും ഞാനത് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്തോ ഒരു സാധനം, ഒരു ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. ഈ കഥ പറയാൻ എപ്പോഴും ട്രാവലിങ് കാര്യങ്ങളില്ല, കഥ പറയാനൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന ആള്? അതൊക്കെ പറയാൻ പറ്റും. അങ്ങനെ അല്ല, ടെലികമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എപ്പോഴും യാത്ര ചെയ്യുമ്പോഴും. ഇന്നിപ്പോ ഒരു മെസ്സേജ് അയച്ചാൽ 2 ദിവസം കഴിഞ്ഞിട്ട് റിപ്ലൈ വരും, അങ്ങനെ കിട്ടും. കാരണം ചിലപ്പോഴൊക്കെ ട്രാവലൊക്കെ ആകുമ്പോൾ ചെക്ക് ചെയ്യൂല മെസ്സേജ്. അപ്പു റിപ്ലൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആർക്കും ഒരു കുഴപ്പമില്ല, നമുക്കറിയാം അപ്പുവിനെ നമ്മൾ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തു എല്ലാവരും. അയാൾ അങ്ങനെയാണ്. ഇപ്പം ധ്യാൻ ഉണ്ടല്ലോ, ധ്യാൻ ഫസ്റ്റ് ഡേ ലൊക്കേഷൻ വന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടോ അഭിനയിക്കുന്ന ആ സംഗതി ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു. അപ്പൊ പിന്നീട് ധ്യാൻ തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ വന്നിട്ട് ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു സംഗതി എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം ചെന്നപ്പോ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, സ്കോറൊക്കെ ഇട്ടിട്ടാണോ? അങ്ങനെയായിരുന്നു മറ്റേ ഇത്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് ഭയങ്കരമായിട്ട് അവനൊരു ഫോക്കസ് കിട്ടുന്നുണ്ടെന്ന് അവനെന്നെ ഫീൽ ചെയ്തു. പിന്നെ എന്നോട് ആ സ്കോറും കൂടെ ഇട്ടോ, അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കും. ധ്യാൻ അഭിനയിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പം നമുക്ക് ധ്യാനിൻ്റെ ഇപ്പം തിരയാണെങ്കിലും കുഞ്ഞിരാമായണാണെങ്കിലും ഇപ്പം ചുരുക്കം സിനിമകളിൽ മാത്രമേ ധ്യാൻ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പം അതിൻ്റെ അത് ബേസിക്കലി സത്യം പറഞ്ഞ ഈ ചിത്രത്തിൻ്റെ അത് അതിൻ്റെ പ്രോമോ കണ്ടൻ്റൊക്കെ കണ്ടപ്പോൾ തന്നെയും ഇല്ലെങ്കിൽ ധ്യാൻ്റെ സംസാരത്തിൽ നിന്നൊക്കെ തന്നെയും നമുക്ക് ധ്യാൻ ഒരു ഭയങ്കരമായിട്ട് പ്രതീക്ഷയുള്ളൊരു ചിത്രമായിട്ടാണ് ധ്യാൻ പറഞ്ഞത്. പിന്നെ അജുവേട്ടൻ നടുപ്പ് പക്കയായിട്ടുണ്ടെന്നൊക്കെ ഒരു കമൻറ്റ് ഈ ചിത്രത്തിനെ കുറിച്ച് പറഞ്ഞിട്ട്, ധ്യാൻ്റെ നടുപ്പ് അടിപൊളിയായിട്ട് ഉണ്ടെന്നൊക്കെ. അപ്പം ഒരു ധ്യാൻ എത്രത്തോളം ഉണ്ടായിരുന്നു ഈ ചിത്രത്തിൽ? ധ്യാനായിട്ട് തോന്നൂല, ആ ക്യാരക്ടറായിട്ട് അത് പിടിച്ചിട്ട് തന്നെ അവൻ തുടക്കം തൊട്ട് അവസാനം വരെ പോയിട്ടുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ സീനിൽ, അപ്പുവിൻ്റെയും ധ്യാനിൻ്റെയും കോമ്പിനേഷൻ സീൻസൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തത്, എൻജോയ് ചെയ്തിട്ടാണ് സ്കോർ ചെയ്തത്. സ്ക്രീനിൽ കാണുമ്പോഴും നമുക്കൊരു ഒരു 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 രണ്ട് ആർട്ടിസ്റ്റിൻ്റെ ഒരു എന്തോ, അത് നമ്മൾ പറയുന്നത് ശരിയല്ല, പക്ഷെ നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു ചരിത്രം ബാക്കിലുണ്ട് ലാലേട്ടൻ്റെയും ശ്രീനിയേട്ടൻ്റെയും ഈ പറഞ്ഞ പോലെ ഒരു മാജിക്കൽ കോംബോ ആണല്ലോ. ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് നമ്മള് എല്ലാരും പടം കാണുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ഇപ്പൊ ഷൂട്ടെല്ലാം കഴിയുമല്ലോ, അപ്പൊ മോണിറ്ററിൽ നിന്ന് ബാക്കിൽ ഇപ്പൊ വിനീതിന്റെ അടുത്ത് ഇടയ്ക്ക് ഞാൻ പോയി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കെമിസ്ട്രി ഒരു രക്ഷയില്ല. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ വിനീത് പറഞ്ഞിട്ടുണ്ട്, കാരണം ഭയങ്കര രസമുണ്ടല്ലോ എന്ന്. അപ്പൊ ഇതേ ഫീലിംഗ് നമുക്ക് സ്ക്രീനിൽ കണ്ടപ്പോഴും എനിക്ക് തോന്നി. ഈ കോമ്പിനേഷൻ എന്തോ ഒരു പ്രത്യേകത, എനിക്ക് അങ്ങനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്തോ ഒരു രസമുണ്ട് അവർ കാണുമ്പോ. രണ്ട് പോൾസ് അപ്പാർട്ടായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഒരുമിച്ച് വരുമ്പോ അത് വ്യക്തിപരമായിട്ട് ഇവരങ്ങനെയാണല്ലോ. അതെ. അപ്പോൾ അങ്ങനെ രണ്ടാൾക്കാരെ ഒരുമിച്ച് കണ്ടിട്ട് അതിന്റെ ഒരു ഭയങ്കര സുഖമുണ്ട്. എൻ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ടാളുകളുമാണ്. ഇത് സിനിമയുടെ മാർക്കറ്റിംഗ് വിചാരിച്ച് ഞാൻ പറയുന്നത്, ഞാൻ എന്റെ മനസ്സെന്ന് പറയാ, അത് മറന്നേക്ക്, ഇനിയിപ്പോ ഓവർ ഹൈപ്പാന്നൊന്നും പറയണ്ട. നമ്മൾ ഷൂട്ട് സമയത്ത് ഇവർ രണ്ടുപേരും എക്സ്ട്രീം ക്യാരക്ടറും അല്ല, അതുകൊണ്ട് എങ്ങനെ ഒത്തുപോകുന്ന ഒന്നും അറിയത്തില്ലായിരുന്നു. ഇവര് ഭയങ്കര ജെല്ലായി ഫസ്റ്റ് ദിവസം തൊട്ട്. പിന്നെ ഒരു രാത്രിയെല്ലാം ആകുമ്പം ഇപ്പൊ ഞങ്ങളെല്ലാം മറ്റേ സോങ്സിനോ അല്ലെങ്കിൽ കൂടെ ഇരിക്കുമ്പം ഇപ്പൊ ധ്യാന ഡയറ്റ് എല്ലാം ഉണ്ടല്ലോ, ലിക്വിഡ് ഡയറ്റ് എല്ലാം ആയിട്ട് നേരത്തെ ചിലപ്പോ കിടക്കാൻ പോകും. അവിടെ നേരത്തെ റൂമില് അപ്പു പോയിട്ട് ഫോൺ വിളിച്ചാലും ധ്യാൻ വിളിക്കുമ്പോ ധ്യാൻ നോ പറയത്തില്ല. വേറെ ആര് കോളിംഗ് ബെല്ല് അടിച്ചാലും ഇല്ലല്ലോ ഉറങ്ങാൻ പോണെന്ന് പറയാം. അപ്പു വന്ന് വിളിച്ച ധ്യാൻ പിന്നെ അവിടെ നോ ഇല്ല, വന്നിരുന്ന് അപ്പു ഉറങ്ങണ വരെ ധ്യാനും എണീച്ചവിടെ ഇരിക്കും. ധ്യാന്റെ സ്വഭാവത്തിൽ എല്ലാരെയും കൊല്ലത്തേ ഉള്ളൂ, പക്ഷെ അപ്പു എടുത്തുന്നത് ഭയങ്കര സ്നേഹമുണ്ട്, ജെന്യുവൻ. ഓൺ സ്ക്രീൻ ഓഫ് സ്ക്രീൻ അവർ റിയൽ ഫ്രണ്ട്സ് ആണ് ആക്ച്വലി. ഇപ്പൊ
ശ്രീനിവാസൻ ഡയറക്ടർ ബേസിക്കലി ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വിനീതേട്ടൻ്റെ ഒരു ഇതിൻ്റെ അത് ഇന്റർവ്യൂവിൽ തന്നെ കണ്ടിരുന്നു. ഇഫുമായിട്ടാണ് ഇരുന്നിട്ട് ഈ ബേസിക്കലി അതിൻ്റെ ഒരു എന്താ കാസ്റ്റിങ്ങിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എഴുതുന്നത്. അപ്പൊ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പ്രോസസ്സിലും ഈ സംഗതി ഒരു സിങ്ക് ഉണ്ടോ? വൈഫ് ആയിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറൊക്കെ ഉണ്ടോ? ഞാൻ എഴുതി തീരുന്നവരെ അങ്ങനെയൊന്നും പറയാറില്ല. എഴുതി കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് വായിച്ചു കൊടുക്കും. ഞാൻ ആദ്യം ദിവ്യക്ക് വായിച്ചു കൊടുക്കും. ആദ്യം കഥ പറയുന്നത് വൈഫിനോടാണ് മിക്കവാറും അവളുടെ അടുത്ത് തന്നെ പറയാറില്ല. അവളുടെ അടുത്ത് ഫസ്റ്റ് പറയും, പിന്നെ രണ്ടുപേരും നോബിള് വിശാഖ് ഇവർ രണ്ടുപേരും കേൾക്കും. കഴിഞ്ഞ ദിവസം സിനിമയെ വെല്ലുന്ന ഒരു സ്റ്റോറി കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. 20 വർഷത്തെ പ്രണയം കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ 2010 മലർവാടി റിലീസാകുന്നത്. അപ്പോൾ മലർവാടി റിലീസ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവള് രാവിലെ വീട്ടിൽ നിന്ന് ഇവളുടെ ഒരു കൂട്ടുകാരിയുടെ തിരുവാങ്മീർ ഉള്ള കൂട്ടുകാരിയുടെ വീട്ടിൽ പോകാന്ന് പറഞ്ഞിട്ട് ഇവള് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഓട്ടോ എടുത്ത് എയർപോർട്ടിൽ വന്ന്, അപ്പോൾ ലഗേജ് ഒന്നുമില്ലല്ലോ, കയറിപ്പോന്ന്. അപ്പോൾ എനിക്ക് പോയി പിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ തിരക്കുകളും കാര്യങ്ങളും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് നോബിള് പോയിട്ട് പിക്ക് ചെയ്ത് അവൻ നേരെ ഇവളെ പത്മ തിയേറ്ററിൽ കൊണ്ടുവന്നു. പത്മ തിയേറ്ററിൽ ബോക്സിൽ ഞാൻ ഇരിക്കുന്നുണ്ട്. നേരെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പടം കണ്ട് ഇമ്മീഡിയറ്റ് ഇവർക്ക് തിരിച്ചു പോകണം, കാരണം വീട്ടിൽ വൈകുന്നേരം ആകുമ്പോൾ എത്തണം. അപ്പോൾ ഇമ്മീഡിയറ്റ് തിരിച്ചുപോയി ഫ്ലൈറ്റ് പിടിച്ച് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലെത്തി. അപ്പം ഇങ്ങനെ കുറേ കള്ളക്കളികൾ നമ്മൾ ആ സമയത്ത് കാണിച്ചു എല്ലാ പ്രണയിതാക്കളെയും പോലെ. ടോട്ടൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്, ഈ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ വീട്ടിലിരുന്ന് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞു കേട്ടിരുന്നു. അത് ഹൃദയം അങ്ങനെ തന്നെയായിരുന്നു. ഹൃദയത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്റെ വീട്ടിൽ നിന്ന് ചെയ്തത്. ലൈവ് എടുക്കേണ്ടപ്പോൾ മാത്രം നമ്മൾ പുറത്തു പോകും, ബാക്കി ഫുള്ള് വീട്ടിൽ തന്നെ. ഞാൻ രാവിലെ എഴുന്നേക്കും, ഹിഷാമിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. ഹിഷാമ് അതേപോലെ തന്നെ അമൃത്തിന്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഋതു വൈശാഖ് എന്ന് പറഞ്ഞിട്ട് ഒരു 2-3 ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുന്ന ഒരു കക്ഷിയുണ്ട്. അപ്പോൾ ഋതുവും പിന്നെ നിതിൻ എന്ന് പറയുന്ന ഒരു പയ്യനും, ഇവർ 3 പേരും കൂടിയിട്ട് ലാപ്ടോപ്പ് തുറന്ന് രാവിലെ തൊട്ട് പണി തുടങ്ങും. ഞാൻ ആക്ച്വലി വിനീതിന്റെ ദിവസം ചെന്നൈ കാണാൻ പോയപ്പോ വിനീതിന്റെ ഓപ്പോസിറ്റ് വീട്ടിൽ നോക്കിയപ്പോ ഓരോ റൂമിൽ ഓരോ ആൾക്കാർ, ഒരാൾ ഒരു റൂമിലിരുന്ന് ലാപ്ടോപ്പിൽ നിന്ന് ട്രെയിലർ എഡിറ്റ് ചെയ്യുന്നു. ഇവര് മറ്റേ ഹാളിൽ ഇരുന്നിട്ട് ഒരാൾ മറ്റേ ഒരു റീല് ഒരു അജുവിന്റെ ഒരു സീക്വൻസ് നിതിൻ ചെയ്തോണ്ടിരിപ്പുണ്ട്. അകത്ത് അമൃത് വേറൊരു റീല്, ഋതു അമൃതിന്റെ കൂടെ, ഞാൻ ഇപ്പുറത്ത് ബിരിയാണി. ഇതെന്താ പരിപാടി നടക്കുന്നത്? ബോയ്സ് ഹോസ്റ്റലല്ലോ ഞങ്ങൾ. പിന്നെ ചോക്ലേറ്റ് അത് ഇതുമല്ല, അവര് എൻജോയ് ചെയ്ത് ചെയ്യാം. എന്നോട് പടം കഴിഞ്ഞപ്പോഴേക്കും ദിവ്യ പറഞ്ഞു, ഞാൻ അവളോട് പറഞ്ഞിരുന്നു, ഇപ്പോൾ ഒരു പടം കൂടെ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് സിനാൻ, ഇത് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞാൽ ഞാനൊരു ലോങ് ബ്രേക്ക് എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവളോട് ഇങ്ങനെ നിൽക്കായിരുന്നു. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ലോങ് ബ്രേക്ക് എടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഇവിടെ ഇത്രയും പേര് വരില്ലേ, നല്ല രസമല്ലേ, നീ വർക്ക് ചെയ്തോണ്ടിരുന്നോ? അല്ല, ലോങ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാളെ ഒരു പടം കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കുന്നു പറഞ്ഞു ദിവ്യ. എന്നിട്ട് ആദ്യം എന്റെ കംപ്ലൈന്റ് വെച്ചാൽ, നീ മര്യാദയ്ക്ക് എന്റെ ബത്തൻ തിരിച്ചു വിട്ട്, ഷൂട്ട് കഴിഞ്ഞിട്ട് വിട്ട്. അപ്പൊ ഇത് ഞങ്ങൾ 2 പേരും ബ്രേക്ക് എടുക്കാന്നുള്ള ഒരു സ്റ്റേജ് എത്തിയപ്പം വിളിച്ചു പറയാം, അതെ കൂടുതൽ 3 കൊല്ലം ഒന്നും വേണ്ട, 1 കൊല്ലം എല്ലാം ഓക്കെ. കുറച്ചു മുമ്പല്ലേ പറഞ്ഞ 3 വർഷം എല്ലാം വേണം. ഇപ്പൊ നേരെ തിരിച്ചു, ഇപ്പൊ 1 കൊല്ലത്തെ മര്യാദയ്ക്ക് എല്ലാം അവക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വീട്ടിൽ ആൾക്കാർ, കുറെ പിള്ളേര് വരുന്നു. അപ്പൊ ഇവന്മാര് കമ്പനിയാണല്ലോ ഫുള്ള്. ആ ഫാമിലി മൂഡ് തന്നെ, ക്രിയേറ്റീവ് ഫ്രണ്ട്ഷിപ്പ് മൂഡിൽ തന്നെ വർക്കും കാര്യങ്ങളും. പുറത്തൊന്നും പോകുന്നില്ല, ഇവിടെ തന്നെ എന്തായാലും ഉണ്ട് എന്നൊരു. ടീസറും ട്രെയിലറും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ കഡ്സില എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടല്ലോ, 2 പേരുണ്ട്, നിതിനും കെവിനും. ഇവന്മാർ 2 പേരും വന്നു. അപ്പോൾ പിന്നെ അമൃതിന്റെ മൊത്തം 5 പേര് വീട്ടില്. അതല്ലേ മീറ്റിംഗ്സ് ഒക്കെ അവിടെ വെച്ച് തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. തിങ്ക് മ്യൂസിക്കിന്റെ മീറ്റിംഗ്, എന്ത് മീറ്റിംഗ് ഉണ്ടെങ്കിലും അത് വീട്ടിൽ തന്നെ, എല്ലാം വീട്ടിൽ തന്നെ. അങ്ങനത്തെ ഷൂട്ട് അവിടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഷൂട്ട് ഞങ്ങൾ പുറത്തു പോയി ചെയ്യുന്നുണ്ട്. ഈ കുക്കിംഗ് ബിരിയാണി അല്ലാതെ വേറെ എന്തെങ്കിലും കുക്ക് ചെയ്യോ? ബിരിയാണിയാണ് മെയിനായിട്ട്. പിന്നെ ഞാൻ നോൺ വെജ് ഉണ്ടാക്കും, എന്തെങ്കിലുമൊക്കെ ചിക്കനും മട്ടനും. ഈ ഫുഡ് ട്രാവൽസ് ഒക്കെ എങ്ങനെയാ? പോകുന്നിടത്തു നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റുന്ന പോലെയൊക്കെ. അത് എൻ്റെ ഗൂഗിൾ സെർച്ച് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് നിയർ മീ. ഇതാണ്. സിനാൻ എൻ്റെ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബീന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് വരും, ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് നിയർ മീ. എവിടെ പോയി കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഈ അവിടെ പോകുന്ന കാഴ്ചകളൊക്കെ തന്നെ ഈ സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ടോ? ഇപ്പൊ ഹൃദയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അതെ, ഹൃദയത്തിൽ അത് ഞാൻ ഷൂട്ടിൻ്റെ സമയത്ത് ഞാൻ സിനാനോട് പറഞ്ഞില്ലേ, മറ്റേ ആന അലറലോട് അലറൽ, ഇതുവരെ ആ പേരെൻ്റെ നാവിൽ വരുന്നില്ല. അത് അങ്ങനെ 1-2 സിനിമ ചെയ്തപ്പോൾ ഈ അയ്യപ്പേട്ടൻ്റെ കടയിൽ ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഹൃദയം പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ
നമുക്കൊരു ഇവർ രണ്ടുപേരും വന്ന് കഴിക്കുന്നൊരു സ്ഥലം. അപ്പോൾ ഓൾറെഡി പടം കുറച്ച് എലീറ്റാണ്. അപ്പോൾ റൂട്ടഡായിട്ട് എന്തെങ്കിലും ഒരു എലമെൻ്റ് ഓഫ് റൂട്ടഡ്നെസ് വേണമല്ലോ. അപ്പോൾ ഇവർ വന്ന് കഴിക്കുന്ന സ്ഥലം ഒരു ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സ്ഥലമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അയ്യപ്പേട്ടനോട് ഞാൻ ചെന്ന് ചോദിച്ചു. ഒരു ദിവസം ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് അയ്യപ്പേട്ടാ എനിക്കൊരു വൈകുന്നേരം ഷൂട്ടിന് വരുമെന്ന് ചോദിച്ചു. അതിനെന്താന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ പോയിട്ട്. ഇപ്പം നമ്മുടെ വർഷങ്ങൾക്ക് ശേഷവും കോടമ്പക്കത്ത് ഒരു ഫുഡ് കൾച്ചറൊക്കെ ഉണ്ടോ? ഫുഡ് കൾച്ചർ കോടമ്പാക്കത്തല്ല, അല്ലാതെ പടത്തിൽ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട്. അതെ. അല്ല എങ്കിലും കോടമ്പക്കത്ത് ആ ടൈമിൽ ഇവിടുന്ന് പോകുന്നവരൊക്കെ കഴിക്കുന്നതും കാര്യങ്ങളും ഇല്ല, അതൊന്നും ഇല്ല. അവരുടെ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട് പടത്തിൽ. സീരിയസ് ആയിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ. ഇപ്പം സിനിമ എന്ന് പറയുന്നത് വിനീത് ശ്രീനിവാസൻ സിനിമയിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് നിൽക്കുന്ന മ്യൂസിക്കാണ്. ഇപ്പം അപ്പോഴേക്കും അതിൻ്റെ അകത്ത് ബേസിക്കലി സത്യം പറഞ്ഞാൽ വിനീതേട്ടൻ്റെ തന്നെ റീസെൻ്റ്ലി ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, ഞാൻ മനഃപൂർവ്വം ഒരു വൈറലാകാൻ വേണ്ടി ഒരു സിനിമയല്ല. അത് ഈ പടത്തിൻ്റെ കേസിലാണേ സിനിമ. നമ്മൾ വടക്കൻ സെൽഫിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ഒറ്റ ഒന്നേ ഉള്ളൂ, പാട്ടടിക്കണം, ആദ്യം ഹിറ്റാവണം. കാരണം പ്രജിത്തേട്ടൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. അപ്പോൾ ആദ്യത്തെ പാട്ട് കൈക്കോട്ടും കണ്ടിട്ടില്ല, ആ ലിറിക്കിൽ തന്നെ അത് വർക്കാവും. എന്നെ തല്ലേണ്ട അമ്മാവ ഞാൻ നന്നാവില്ല. നമ്മൾ ഒറ്റ സാധനമേ ഉള്ളൂ അതിൽ, ഹിറ്റ് ദി ഓഡിയൻസ് എന്നുള്ളതാണ്. ഹൃദയത്തിൻ്റെ കേസിലും അത് തന്നെയാണ്. ഫസ്റ്റ് ദർശന അതിൽ വീണോളും എന്നുള്ളതാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ. ഇതിൽ പക്ഷെ ഇതങ്ങനെ ചെയ്യേണ്ട ഒരു പടമല്ല. ഇത് നമുക്കങ്ങനെ ഒരു ഫേസ്റ്റ് വണ്ടർ എന്നുള്ള രീതിയിൽ അടിക്കേണ്ട സാധനമല്ല. ഇത് മെല്ലെ മെല്ലെ ഉള്ളിലേക്ക് ഇറങ്ങേണ്ട പാട്ടുകളായിരിക്കണം. ഉള്ളിലേക്ക് ഇറങ്ങാൻ എപ്പോഴും ഒരു സമയം എടുക്കുമല്ലോ. ഹിറ്റ്ലറിൻ്റെ അകത്ത് ആ ബാക്ക്ഗ്രൗണ്ട് BGM-ൻ്റെ അകത്തും ആ ഒരു ഭംഗിയുണ്ട്. അങ്ങനത്തെ കുറെ സംഗതി ഉണ്ട്. ഒരു കർണാടിക്കോ സംതിങ് അങ്ങനത്തെ ഒരു ലെയർ ഉണ്ടല്ലോ, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അതിന്റെ ആസ്വാദനത്തിന് ഹൈ ചെയ്യുന്നുണ്ട്. ആണല്ലേ? അല്ല എനിക്ക് അങ്ങനെ തോന്നി പേഴ്സണലി. ബേസിക്കലി ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടതിന് ശേഷം ആ ട്രെയിലർ ഒന്നും കൂടെ കണ്ടപ്പോഴും എനിക്ക് ആ സാധനം വീണ്ടും കിട്ടി. ഓക്കെ. അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ അമൃത്തൊരു ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സൗണ്ട് മാറിയല്ലോ, നമ്മുടെ പടങ്ങളുടെ നേച്ചർ മാറി, സൗണ്ട് മാറി. ഇത് കുറച്ചുകൂടെ ഒരു ട്രഡീഷണൽ സൗണ്ടിങ്ങിലേക്ക് പോകുന്നൊരു സിനിമയായിരിക്കും. എല്ലാ സ്ഥലത്തും അല്ല, നിവിനും നീരജൊക്കെ വരുമ്പോൾ നമ്മൾ കളിച്ചിട്ടുണ്ട്. പക്ഷെ റെസ്റ്റ് ഓഫ് ദി ഏരിയ അങ്ങനത്തെ ഒരു സൗണ്ടിങ് ഉണ്ട്. ഈ ബോളിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറെ സ്പേസ് ഉണ്ടല്ലോ. കോമഡിയിലൊക്കെ ചില സംഗതി ചിലപ്പോഴേ നമുക്ക് തോന്നാറുണ്ട് ലാലേട്ടൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില പോർഷൻസ് ഒക്കെ കോമഡിയിൽ അത് വർക്കൗട്ട് ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും അടിപൊളിയായിട്ട് നിവിൻ പോളിക്കാണെന്ന് തോന്നാറുണ്ട്. അങ്ങനത്തെ നിവിനെയാണോ ഈ ഒരു സ്റ്റാറായിട്ട് പ്ലേസ് ചെയ്യുന്ന ഈ ചിത്രത്തിൽ? നിവിൻ്റെ എനിക്ക് ഞാനിത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, നിവിൻ്റെ ഏറ്റവും രസമുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയത് നിവിൻ സ്ക്രീനിൽ ചിരിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട അതിൻ്റെ കൂടെ ചിരിക്കും. എനിക്കത് ബാംഗ്ലൂർ ഡേയ്സ് കണ്ടപ്പോഴാണ്, ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോഴും അല്ല, ബാംഗ്ലൂർ ഡേയ്സ് ഞാൻ ഫസ്റ്റ് ഡേ പോയി കാണുന്ന സമയത്ത് ഇവനൊന്ന് ചിരിച്ചപ്പോൾ ഓഡിയൻസ് എല്ലാവരും ചിരിച്ചു, ഞാനും ചിരിച്ചു. ഞാൻ എന്നിട്ട് ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. അങ്ങനെ അതൊരു ഒരാൾക്ക് അവൻ പോലും പ്ലാൻ ചെയ്യാണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ആളുകളെ ചിരിപ്പിക്കാനുള്ളൊരു സാധനം, പ്ലസൻ്റ് ആക്കാനുള്ളൊരു സാധനം അവൻ്റെ മുഖത്തുണ്ട്. അപ്പോൾ അത് നമ്മൾ നന്നായി യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിവിൻ്റെ ഏറിയ പടത്തിൽ തന്നെ ചെറുതായിട്ട് മാറി നിൽക്കും. നമ്മുടെ തട്ടത്തിൻ മറയത്തിൽ സൈതാർപള്ളി എപ്പിസോഡ് ഫുൾ പടത്തിൽ നിന്ന് മാറി എപ്പിസോഡിൽ നിവിൻ അത് വേറൊരു ജോണറാണ് നിവിൻ്റെ ഏരിയ. ഇത് ഒരു കാലത്തെ 70s മാത്രം നടക്കുന്ന ഒരു കഥയാണോ? അല്ല, ഏർലി 70s, ലേറ്റ് 70s, ഏർലി 80s, പിന്നെ ചെറിയൊരു സീൻ ലേറ്റ് 80s, പിന്നെ ബാക്കി പ്രസന്റ്. ഈ 70s ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ, അതിനെങ്ങനെയായിരുന്നു ഇപ്പൊ റൈറ്റിംഗ് വേളയിലൊക്കെ കണ്ടത്? ഇപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നാണല്ലോ നമ്മൾ ചിന്തിക്കുക. അതെ, മെയിനായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പണ്ടുള്ള ആൾക്കാരുടെ വൊക്കാബുലറിയിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളല്ലല്ലോ അവർ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന. ലിംഗോ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടല്ലോ നമ്മുടെ ഇപ്പോൾ. ഈ അടിപൊളി എന്ന് പറഞ്ഞ വേടൊന്നുമില്ല, ആ വാക്കുകളില്ല. പിന്നെ പക്ഷെ എന്നാൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ കാണുമ്പോൾ നമുക്കത് എടുക്കാനും പറ്റണമല്ലോ. ഭയങ്കരമായിട്ട് ഏതോ പഴയ കാലത്തെ സിനിമ എന്ന് തോന്നാനും പാടില്ലല്ലോ. അപ്പോൾ ഡയലോഗ് റൈറ്റിങ്ങിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു. ചില വാക്കുകൾ പറയാം, ചില വാക്കുകൾ ഉപയോഗിക്കരുത്. അങ്ങനത്തെ ഒരു ഡയലോഗ് റൈറ്റിങ്ങിൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നാട്ടിലുള്ള സമയത്ത് വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ എന്തെങ്കിലും ഇംഗ്ലീഷ് വാക്കുകൾ യൂസ് ചെയ്യുന്നുള്ളൂ. മദ്രാസിലേക്ക് വന്നപ്പോഴേക്കും നമ്മൾ മദ്രാസിൽ അന്നത്തെ കാലത്തും യൂസ് ചെയ്തിരുന്ന
കുറച്ചുകൂടെ ലാംഗ്വേജ്. ഇപ്പോൾ പഴയ പ്രതാപത്തിൻ്റെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിലെ ആൾക്കാരുടെ ലാംഗ്വേജ് കംപ്ലീറ്റ്ലി വേറെയാണ്. അത് ഇപ്പോൾ എടുത്ത് നോക്കിയാലും മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ റെഫറൻസസ് ഒക്കെ നോക്കിയപ്പോൾ ഓക്കെ, ഇത് മദ്രാസിലെത്തിക്കഴിഞ്ഞാൽ ഇത് പറയാം, ഇന്ന രീതിയിൽ സംസാരിക്കാം. ഇവരുടെ ലാംഗ്വേജ് തന്നെ ചെറുതായിട്ട് മാറുന്ന പോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് വരുമ്പോഴേക്കും നമ്മുടെ ഇപ്പോഴത്തെ ലാംഗ്വേജ് ആണ് ഫുൾ. ഈ ബേസിൽ ജോസഫ് ഇന്ന് ഇപ്പം ഒരു സ്റ്റാർ കൂടെയാണല്ലോ ചെറിയ. അപ്പൊ പുള്ളി എങ്ങനെ ഉണ്ടായിരുന്നു ഈ തിരക്കുകളുടെ ഇടയിൽ, എങ്ങനെ കണ്ടുകിട്ടി? ബേസിയുടെ അടുത്ത് നമ്മൾ ആദ്യം ചോദിച്ചപ്പോൾ അവൻ്റെ അടുത്ത് 2 മിനിറ്റ് ഞാൻ ഒരു ഐഡിയ പറഞ്ഞിട്ടുള്ളൂ. അവൻ പറഞ്ഞു ഞാൻ എന്തായാലും വരാമെന്ന് പറഞ്ഞു. ഞാനുണ്ട്, ഞാൻ വന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്ത് തന്നു. അത് അവൻ്റെ ഡയറക്ടേഴ്സും നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഗുരുവായൂർ അമ്പലനടയിലിൻ്റെ വിപിനും പിന്നെ ജിത്തു ചേട്ടനും ഒക്കെ അവരുടെ ഡേറ്റ്സ് നമുക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു, ഹെൽപ്പ് ചെയ്തു നമ്മളെ. ഈ വിനീത് ശ്രീനിവാസൻ ചിത്രങ്ങൾ എന്ന് പറഞ്ഞ ഒരു സിഗ്നേച്ചർ ഉണ്ടല്ലോ, ആ സിഗ്നേച്ചറിന് ഉള്ള ചിത്രം തന്നെയാണത്. സിഗ്നേച്ചർ എന്നുള്ളതിനേക്കാളും നമ്മുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ആൾക്കാർ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ ടേസ്റ്റ് ഉണ്ടാവും സിനിമയ്ക്ക്. ഒരു ഇറങ്ങി വരുന്ന സമയത്ത് ഒരു സുഖം ഉണ്ടാവും, എനിക്ക് തോന്നുന്നു. എൻ്റെ പ്രതീക്ഷ ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാ ആശംസയും. താങ്ക് യു.